നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്ദിനി ഏത് വീട്ടിൽ താമസിക്കുന്നോ ആ വീട്ടിലെ അംഗമാണ് ഈ മീനാക്ഷി. കോടതി ഇവരുടെ കൂടെ എന്നെ അയച്ചിരിക്കുന്നതുകൊണ്ട് ഞാനൊരു VVIP-യാ. അതുകൊണ്ട് ആരും എന്നെ വിരട്ടാനൊന്നും നോക്കണ്ട. ഞാനിപ്പോ ശരിയാക്കി തരാം. അമ്മേ, ചെമ്പാളമംഗലം തറവാടിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? അയ്യോ, അതെന്താ മേഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? മേഡത്തെയും കൈമൾ സാറിനെയും ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലാത്തത്? പിന്നെന്തുകൊണ്ട് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഈ മുറ്റത്തൊരു ചടങ്ങ് നടത്താൻ നിങ്ങൾ തയ്യാറായി? പെർമിഷൻ ഇല്ലെന്നോ? ഈ കുട്ടി ഇത്രയ്ക്ക് ആധികാരികമായി പറഞ്ഞപ്പോൾ ഇവൾ ഈ ചെമ്പകമണ്ഡപത്തെയാണെന്ന് ഞങ്ങൾ കരുതി. ഇവൾ ഇവിടുത്തെ ഒന്നും അല്ല. ഈ വീടുമായിട്ടോ ഞങ്ങളുമായിട്ടോ ഇവക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇവളെ ഒരു അനാഥ പെണ്ണാ. ഞങ്ങളുടെ ഔദാര്യത്തിൽ ഇവിടെ കഴിയുന്നതാ. ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഇവിടെ ആരുടെ ഔദാര്യത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. മിണ്ടരുതേ. ഈ പൂജ നിർത്തിവെച്ച സാധനങ്ങളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. ആ ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ മുറ്റത്ത് കാണരുത്. വേഗം എടുത്തോണ്ട് പോ. അതൊന്നും പറ്റില്ല. എന്റെ അമ്മയുടെ കർമ്മങ്ങളും സദ്യ ഞാൻ ഇവിടെ വെച്ച് തന്നെ നടത്തും. പോവരുത്, പോവരുത് നിങ്ങൾ. ഞാൻ പണം തന്നതാ. ഞാനിത് സമ്മതിക്കില്ല. എന്റെ കസ്റ്റോഡിയനായി നിങ്ങളെന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? നിന്റെ നാവിനെ ഇവിടെ ഉയർന്നാൽ നിന്നെ ചവിട്ടി പുറത്താക്കും ഞാൻ. നന്ദിനി, അമ്മേ, ഇവിടെ പിടിച്ചാ മുറിക്കാത്തിട്ട് പൂട്ട്. എന്റെ അമ്മയുടെ ബലികർമ്മങ്ങൾ പോലും ചെയ്യാൻ അനുവദിക്കാത്ത ദുഷ്ടാണ് നിങ്ങൾ. ഈ നന്ദിനി ഒറ്റ ഒരുത്തിയാ എല്ലാത്തിനും കാരണം. എങ്ങാണ്ടും കിടന്ന വയ്യാവേലിയൊക്കെ വിളിച്ച് ഇതിനകത്തോട്ട് കേട്ടിട്ട് എന്റെ മരുമകളുടെ ചടങ്ങുകൾ മുഴുവൻ അലങ്കോലമാക്കി. നിനക്കൊന്നും പറയാനില്ലേ? അവന്റെ ഒരു ദേവമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.